ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റാഗി വെച്ചിട്ട് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇത് വേഗം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു തേങ്ങ എടുത്ത് വെച്ചിട്ട് അതൊന്ന് ഉടച്ച് ചിരവണം. അതൊന്ന് ചിരവിയെടുക്കാം. ചിരവിയ തേങ്ങ ജാറിലിട്ടിട്ട് തേങ്ങാപ്പാലെടുക്കാം. ചുടുവെള്ളം ഒഴിച്ചിട്ട് പാലെടുക്കാം. പാലെടുക്കാം. രണ്ടാമത്തെ പാലെടുക്കാം. ഇത് 5 മണിക്കൂർ ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് അരച്ചെടുക്കാം. ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് അതിനെക്കാട്ടും നല്ലതായിരിക്കും. സമയമില്ലാത്തതുകൊണ്ട് ഞാനതിട്ടില്ല. ഇത് അരച്ചതിൽ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് അരിച്ചെടുക്കണം തോന്നുന്നു. ഒരിക്കൽ അരിച്ചെടുത്ത് അങ്ങനെ എൻ്റെ ഉള്ളിൽ കൊട്ടിപ്പോയി. വീണ്ടും രണ്ടാം പ്രാവശ്യം അരിച്ചെടുത്തു. ഈ ശർക്കര ഒന്ന് ഉരുക്കാൻ വയ്ക്കാം. ലേശം വെള്ളം ഒഴിച്ചിട്ട് കടല കുറച്ച് വറുത്തെടുക്കണം. നമ്മുടെ കടലയായി തുടങ്ങിയിട്ടുണ്ട്. ഒരു പഴം എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം. ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഞാൻ പഴം കട്ടാക്കി ഇതിലിട്ടിട്ടുണ്ട് അരയ്ക്കാനായിട്ട്. കുറച്ച് ഞാൻ ഇതിന് ഭംഗിക്കായിട്ട് ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കടായി എടുത്തു. അതിൻ്റെ റാഗിൻ്റെ പാല് അത് ഒഴിച്ചു കൊടുത്തു. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാല് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് കുറുക്കാൻ വയ്ക്കാം. അതിലോട്ട് പഴം അരച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കഴുകി ഒഴിച്ച് കൊടുക്കാം. ജാറ് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളി ഉപ്പിട്ടിട്ട് ഒന്ന് കുറുക്കാൻ വയ്ക്കാം. ഇതൊന്ന് സിമ്മിൽ വെച്ചിട്ട് വേണം ഒന്ന് കുറുക്കിയെടുക്കാൻ. കുറുകി വരുന്ന പരിവായിട്ടുണ്ട്. ഇപ്പോൾ കുറുകിയിട്ട് ഈ പരിവായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നിലക്കടല ഞാൻ തൊലിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതങ്ങനെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റാഗി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. തണുപ്പിച്ചിട്ടും കഴിക്കാവുന്നതാണ്, ചൂട്ടോടെയും കഴിക്കാവുന്നതാണ്. കടല പൊടിച്ച് വെച്ചിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇതിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ മതി, ഇങ്ങനെയും കഴിക്കാവും.